പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവമെന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയരെ, ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സെഫന്യാവ് 3:17 നിൻ്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിൻ്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. പ്രൈസ് ഗോഡ്. നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുവാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ ഇൻവിറ്റേഷൻ നാം മിസ് ചെയ്യും. സെഫന്യാവ് 3 മുഴുവൻ വായിച്ചാൽ നമ്മുടെ മധ്യയുള്ള ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കുന്ന വീരന, മൈറ്റി വാരിയർ ഹു സേവ്സ്. സന്തോഷത്തോടെ നമ്മിലവൻ ആനന്ദിക്കുന്നവന്. അവൻ നമുക്ക് എഗൻസ്റ്റായിട്ടല്ല പ്രവർത്തിക്കുന്നത്, നിൽക്കുന്നത്. ഹീസ് ഫോർ us. അവൻ നമുക്ക് വേണ്ടിയാണ്. ഞാൻ പറയട്ടെ, തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ടെങ്കിൽ പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിനെ കഴിഞ്ഞ് നല്ലത് അവൻ്റെ അടുക്കിലേക്ക് വരുന്നതാണ്. അവനെ ഫേസ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ തിരിഞ്ഞു പോകുമ്പോഴും ഞാൻ റൈറ്റ്യസാ, എന്നിൽ തെറ്റില്ല എന്ന് പറയുന്നതല്ല. നാം അവൻ്റെ അടുക്കിലേക്ക് വരുവാണെങ്കിൽ, അവനെ ഫേസ് ചെയ്യുവാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും നമ്മെ സൗഖ്യമാക്കും. എന്നാൽ നാം ഹൈഡ് ചെയ്യുന്ന സ്വഭാവക്കാരാണെങ്കിൽ നമ്മിലെ അഹങ്കാരം വളരത്തേ ഉള്ളൂ. ആ അഹങ്കാരം വളർന്നാലുണ്ടല്ലോ നമുക്കൊരു കുഴപ്പവുമില്ല. നാം രക്ഷിക്കപ്പെട്ടവരാ, നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങൾ നടത്താം. എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു നല്ല റിപ്പോർട്ടുമായിട്ട് നിൽക്കാം എന്നൊക്കെയുള്ള ചിന്ത നമ്മെ ഭരിക്കാൻ തുടങ്ങും. തന്നെത്താൻ നീതീകരിക്കുന്നത് ഒരിക്കലും ഒരു ട്രൂ റൈറ്റ്യസ്നെസ് അല്ല. യെശയ്യാപ്രവചനം 64:6 ഇങ്ങനെ പറയുന്നുണ്ട്: ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ. ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ച് കളയുന്നു. ഹല്ലേലൂയ. കറ പുരണ്ട തുണിയാണ്. ദൈവമക്കളെ, ഈ കറയെ കഴുകിക്കളയുവാൻ കഴിയുന്നത് ഒറ്റ കാര്യത്തിനേ പറ്റത്തുള്ളൂ. അതായത് യേശുവിൻ്റെ രക്തം. ഒരു പാട്ടുണ്ടല്ലോ: ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചു കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അല്ലേ? യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയാനായിട്ട് കഴിയത്തുള്ളൂ. ഗലാത്യ ലേഖനം 3:2-6 നമ്മൾ നോക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നുണ്ട്: ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ. നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്രയെന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മുടെ സ്വന്തം എഫേർട്ട് കൊണ്ട് ഒരിക്കലും നമുക്ക് നീതീകരിക്കപ്പെടാൻ പറ്റത്തില്ല. വി കാൺട്ട് പെർഫെക്റ്റ് വാട്ട് ഗോഡ് ബിഗാൻ ബൈ ഗ്രേസ്. അപ്പോൾ ഈ മനുഷ്യജാതിയുടെ ഈ ഹൈഡ് ചെയ്യുന്ന സ്വഭാവമുണ്ടല്ലോ, അത് മാറണമെങ്കിൽ അതിനുത്തരം തരാൻ യേശു കർത്താവിനെ പറ്റത്തുള്ളൂ. അവനിൽ കൂടെ എന്ത് കുറ്റം നമ്മൾ ചെയ്താലും ക്ഷമ അവൻ നമുക്ക് തരും.
നമ്മുടെ മാനസാന്തരം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തും. നമ്മളുടെ ആ ഹൈഡിങ് ഉണ്ടല്ലോ, അത് നമ്മുടെ അഡോപ്ഷനായിട്ട് മാറും. നാം പിന്നെ അടിമകളല്ല, ഭയത്തിന് അടിമകളല്ല, ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് തീരുക. പ്രൈസ് ഗോഡ്. നമ്മൾ മാനസാന്തരപ്പെടണം, വിശ്വസിക്കണം, പിതാവിലേക്ക് തിരിയണം, അവനിൽ അങ്ങ് ആശ്രയിക്കണം. നമുക്കറിയാമല്ലോ ഓൾഡ് പാറ്റേൺ എന്തുവാ? ഗിൽറ്റ്, ഷെയിം, ഫിയർ, ഹൈഡിങ്. അതങ്ങോട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഫോർഗീവ്നെസ്, റിപ്പൻറ്റൻസ്, അഡോപ്ഷൻ, പെർഫെക്റ്റ് ലവ്. റിലേഷൻഷിപ്പ് അപ്പോൾ യഥാസ്ഥാനപ്പെട്ടു. പുറമേയുള്ള സംഗതി മാത്രം നോക്കിയല്ല ദൈവം വിധിക്കുന്നത് കേട്ടോ. പുറമേ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നിൽക്കാം, അഭിനയിക്കാം, പക്ഷെ ദൈവം ആഴത്തിലേക്ക് പോകും. അവൻ നമ്മുടെ ജീവിതം ചുറ്റി 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 നടന്ന് കാണുന്നവനാണ്. അതെന്തിനാ? നമ്മെ നാണം കെടുത്താനാണോ? അല്ല. എവിടെയാണ് വേരിതിൻ്റെ താഴോട്ട് പോയിരിക്കുന്നത്, വേരെങ്ങോട്ടാ പാപത്തിലേക്ക് പോയിരിക്കുന്നതെന്ന് അവൻ നമുക്ക് മനസ്സിലാക്കി തരും. ഹല്ലേലൂയ. അങ്ങനെ ആഴത്തിൽ അവനത് കണ്ടെടുത്ത് കഴിയുമ്പോൾ ആഴത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം തരും. നമ്മുടെ ആറ്റിറ്റ്യൂഡിന് വലിയ പ്രാധാന്യമുണ്ട്. 1 രാജാക്കന്മാർ 19 അധ്യായത്തിൽ നമ്മൾ ഏലിയാവിൻ്റെ സംഭവം കാണുന്നുണ്ട്. മൗണ്ട് കാർമേലിൽ വലിയ ജയത്തിൻ്റെ പ്രവൃത്തി അവൻ ചെയ്തു. 450 അശേരുടെയും ബാലിൻ്റെയും പ്രവാചകന്മാരെ കൊന്നൊടുക്കി. പക്ഷെങ്കിൽ ഇസബേലിൻ്റെ വാക്ക് കേട്ട് ഭയപ്പെട്ട് 19 അധ്യായം നോക്കുമ്പോൾ താന് ചൂരച്ചെടിയുടെ ചുവട്ടില, താൻ ഭയപ്പെട്ടിരിക്കുക. മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നിട്ടാണ് ചൂരച്ചെടിയുടെ തണലിരുന്നത്. നീ ഇവിടെ എന്തോ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ദൂതനവനെ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം തട്ടി എഴുന്നേൽപ്പിച്ചതൊക്കെ നമുക്കറിയാം. ഒരു തുരുത്തി വെള്ളവും കണ്ണിൽ ചുട്ട അടയൊക്കെ കൊടുത്തു. അവസാനം അവൻ ഹോരേബോളും നടന്നു, അവിടെയും ചെന്നൊരു ഗുഹയിൽ കയറിയിരുന്നു. അപ്പോൾ അവനെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം ചോദിക്കുന്നു, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? മുഖം മൂടി ഗുഹാമുഖത്ത് വന്ന് ഏലിയാവ് നിൽക്കുക. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നൊരു ശബ്ദം അവൻ കേട്ടു. അതിനവൻ പറഞ്ഞ മറുപടി 1 രാജാക്കന്മാർ 19 അധ്യായം അതിൻ്റെ 14 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. സൈനികളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിൻ്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിൻ്റെ യാഗപീഠങ്ങളെ ഇട്ടിച്ചു, നിൻ്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എന്നിട്ടും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് അവർ പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുവാന്ന്. ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടും. എന്നാൽ ദൈവത്തിൻ്റെ മറുപടി സിമ്പിളായിരുന്നു, ഗോ ബാക്ക്, നീ പോ. എന്നിട്ട് നമുക്കറിയാം 3 ജോലി അങ്ങ് അസൈൻ ചെയ്യുക. അവന് പിൻഗാമിയായിട്ട് എലീശായെ അഭിഷേകം ചെയ്യണം, പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം, അസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം, നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ റിപ്ലൈ സിമ്പിളായിരുന്നു, ഗോ ബാക്ക്, അനോയിൻറ്റ് അതേഴ്സ്, പോർ ഇൻ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അതായത് നീ പോയി ദൈവത്തെ സേവിക്ക്, ദൈവം പറഞ്ഞ് ജോലി ചെയ്യും. നമുക്കറിയാം ഏലിയാവ് അതനുസരിച്ചു, എല്ലാം ചേഞ്ച് ചെയ്തു. ഏലിശായെ കണ്ടു, അവനിൽ ഇൻവെസ്റ്റ് ചെയ്തു. നമുക്കറിയാം അതിന് ശേഷമാണ് അഗ്നി തേരിൻ്റെ രഥമൊക്കെ വന്ന് താൻ എടുക്കപ്പെട്ടത്. അപ്പോൾ ഹൈഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തത് എന്തിലവസാനിച്ചു? ഗ്ലോറിയിൽ അവസാനിച്ചു. പ്രൈസ് ഗോഡ്. ദൈവം അഹങ്കാരികളോട് അവൻ എതിർത്ത് നിൽക്കും, എന്നാൽ താഴ്മയുള്ളവന് അവൻ കൃപ നൽകും. അങ്ങനെയാണ് യാക്കോബ് പുസ്തകം പറയുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം 3 നോക്കുമ്പോഴും യേശുവിനെ കാണുക. പ്രൈസ് ഗോഡ്. വാതിൽക്കൽ നിന്ന് മുട്ടുക. പ്രൈസ് ഗോഡ്. അവിടെയും ചോദ്യം എന്തുവാ? നീ എവിടാന്ന് അല്ലേ? പ്രൈസ് ഗോഡ്.
നീ ഒന്ന് വാതിൽ തുറന്നേ, നമുക്കൊരു മീല് ഷെയർ ചെയ്യാം. മനസ്സിലാക്കണമേ, ഗ്രേസ് കംസ് ബിഫോർ കറക്ഷൻ, പ്രസൻസ് കംസ് ബിഫോർ റിപ്പൻറ്റൻസ്. അതുകൊണ്ട് കുഞ്ഞെ, നീ എവിടെയെങ്കിലും ഹൈഡ് ചെയ്യുവാണെങ്കിൽ, ഷെയിം കൊണ്ടോ ഫിയർ കൊണ്ടോ നിൻ്റെ ഒരു സ്വയാശ്രയ സ്വഭാവം കൊണ്ടോ, ഈ ഇൻവിറ്റേഷൻ ഒന്ന് സ്വീകരിച്ചേ. ഫേസ് ഹിം, ലെറ്റ് ഗ്രേസ് മീറ്റ് യു ഫസ്റ്റ്. നീ അവനിലേക്ക് വരുമ്പോൾ നീ സ്വാതന്ത്ര്യം കണ്ടെത്തും. നീ സ്വാതന്ത്ര്യം കണ്ടെത്തുമ്പോൾ നീ നിൻ്റെ ജീവിതത്തിൻ്റെ പേർപ്പസ് മനസ്സിലാക്കും. ജീവിതത്തിൻ്റെ പേർപ്പസ് എന്താണെന്ന് നീ മനസ്സിലാക്കി കഴിയുമ്പോൾ നീ ലോകത്തിന് തന്നെ ഒരു വ്യത്യസ്തനായിട്ട് തീരും. ചൂരച്ചെടിയുടെ കീഴിലും ഗുഹയിലും ഇരിക്കാനുള്ളവളല്ല നീ. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിൽ ദൈവീയ ഉദ്ദേശം ചെയ്തുകൊണ്ട് സ്നേഹത്തോടെ മുന്നേറേണ്ടവളാണ്. സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നീ ഞങ്ങളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുവാൻ, വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ്റെ ഗുണം, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ്റെ ഗുണം ഓരോ പ്രിയപ്പെട്ടവരെ നീ സഹായിക്കണേ. അവർ കടന്നു പോകുന്ന അവസ്ഥയിൽ ഇരിപ്പാനല്ല കർത്താവേ, അവർ വെളിയിൽ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ വെളിയിൽ വരട്ടെ. ദൈവപ്രവർത്തിക്ക് വേണ്ടി അവരെ ഒരുക്കിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.